വാദി റാം എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ മാസ് എന്നാണ് പറയണത്. പെട്ര റോസ് സിറ്റി എന്നാ പറയണത്. പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു ചൂടില്ലെങ്കിൽ. മരുഭൂമി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇവിടെ ഇല്ല. ശരിക്കും പറഞ്ഞാൽ ടൂറിസം കൊണ്ടാണ് ഇവിടെ ഉള്ളവർ ജീവിക്കണം. പിന്നെ എല്ലാരും പറഞ്ഞു പെട്ര എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങള് വെറും ആട്ടിടയന്മാരായി പോയാൽ. ഇതൊക്കെ കാണുമ്പോൾ നാട്ടിലുള്ള നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇനിയിപ്പോ റോളർ സ്കേറ്റിംഗ് ഗതിയില്ലെന്ന് പറയുന്നത്. നമ്മളിപ്പോ ജോർദാനില് അക്വാബ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈ അക്വാബ എന്ന് പറയുന്നത് പണ്ടത്തെ എന്താ പറയാ, ഇസഹാക്കിന്റെ മൂത്ത മകനായ ഏശാവും കുടുംബവും താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. ഏദോമിയര് താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലം എന്നാണ് പറയണത്. നമ്മളിപ്പോ ഇറങ്ങി ചെല്ലാൻ പോണത് അയല പോർട്ടിലോട്ടാണ്. ഏറ്റവും ആദ്യത്തെ പോർട്ട്, റോമൻസ് ബിൽഡ് ചെയ്ത ഏറ്റവും ആദ്യത്തെ പോർട്ടാന്നാണ് പറയണത്. ഇതിന്റെ തൊട്ടപ്പുറം അങ്ങ് ദൂരെ കാണുന്നതാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം. നമുക്ക് ഇവിടെ നോക്കിയത് ഈ കടലിന്റെ അപ്പുറം കാണുന്നത്. പക്ഷെ നമുക്ക് മൊബൈലിൽ അത്ര ക്ലിയർ അല്ല, എന്നാൽ പോലും നന്നായിട്ട് ഇവിടുന്ന് വിസിബിൾ ആയിട്ട് കാണാം. ഇത് കാണുന്നതാണ് നമ്മുടെ അക്വാബ കടല്. ഗൾഫ് ഓഫ് അക്വാബ എന്നാണ് അതിന് പറയണത്. നമ്മളിപ്പോ അക്വാബ, അതിന്റെ അപ്പുറം ഈജിപ്റ്റ്, ഒരു സൈഡിൽ സൗദി, ഒരു സൈഡിൽ ഈജിപ്റ്റ്. ഇവിടുന്ന് ഇസ്രായേൽ നല്ല വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. നമ്മൾ എന്താ പറയുക, പെട്ര പോലെയൊന്നും അല്ല. പെട്ര ഭയങ്കര മലയുടെ സൈഡിൽ കൂടെ കാണുന്ന സ്ഥലമാണ്. പക്ഷെ ഇത് കടലിന്റെ അപ്പുറത്തെ ആ വലിയ ബിൽഡിങ്ങിന്റെ തൊട്ടപ്പുറം കാണുന്നത് ഇസ്രായേലാണ്. ഗ്രീനിഷാണ് ബോർഡർ. ഞങ്ങളോട് പറഞ്ഞത് ആ ഗ്രീൻ കണ്ടോ? ഇസ്രായേലിന്റെ ഒരു നന്നായിട്ട് ഒത്തിരി കെട്ടിടങ്ങൾ, വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ ഇവിടെ നോക്കി നമുക്ക് കാണാൻ പറ്റും ഇസ്രായേലിൽ. നമ്മള് സൗദിയിൽ നിന്ന് വന്ന് കയറുന്നത് അക്വാബയിലേക്കാണ്. ഡയറക്റ്റ് അക്വാബയിൽ വന്ന് കയറി. പക്ഷെ നമുക്ക് ഇന്നലെ മിനിയാന്ന് സമയം കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് നേരെ പെട്രയിലേക്ക് പോയി. ഇന്ന് നമുക്ക് വാദി റാം കാണാനുള്ളത് കൊണ്ട് നമ്മൾ തിരിച്ചു വന്നു. അപ്പോൾ അക്വാബയിൽ നിന്ന് കുറച്ച് വാദി റാമിൽ സ്നാക്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും കിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് സ്നാക്സും ഇച്ചിരി ഫുഡൊക്കെ കരുതാൻ വേണ്ടിയിട്ട് വാങ്ങി വെക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇവിടുന്ന് നോക്കിയാൽ കറക്റ്റായിട്ട് ഇസ്രായേൽ വിസിബിളാണ്. കാണുന്നത് ഇസ്രായേലാണ്. ആ കടലിന്റെ തൊട്ടപ്പുറം കാണുന്നത് ഇസ്രായേലാണ്. നമ്മളങ്ങനെ വാദി റാമിന്റെ പ്രൊട്ടക്റ്റഡ് ഏരിയയിലേക്ക്, വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ് വാദി റാം എന്ന് പറയുന്നത്. ഇത് യുനെസ്കോയുടെ അണ്ടറിലുള്ളതാണ്. വാദി റാം അല്ലെങ്കിൽ വാദി ദിശ എന്ന് പറയുന്ന സ്ഥലമാണ്. നമ്മൾ വാദി റാമിന്റെ പ്രൊട്ടക്റ്റഡ് ഏരിയയിലേക്ക് കടന്നു. ഇനി ഇവിടുന്ന് ഈ റോട്ടിൽ നിന്ന് അക്വാബയിൽ നിന്ന് വാദി റാമിലേക്ക് റോട്ടിൽ നിന്ന് ഇനി 29 മിനിറ്റോടെ 28 കിലോമീറ്റർ ഉള്ളിലോട്ട് ഡെസേർട്ടിലോട്ട് പോകണം. പക്ഷെ നമുക്ക് വാദി റാമിലോട്ട് ഡയറക്റ്റ് ആക്സസ് ഇല്ല. നമ്മുടെ വണ്ടി വിസിറ്റേഴ്സ് പാർക്കിങ്ങിൽ പാർക്ക് ചെയ്തിട്ട് വേണം. ഇവിടെയൊക്കെ നിറച്ച് ഒട്ടകങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വിസിറ്റേഴ്സ് സെന്ററിൽ പാർക്ക് ചെയ്തിട്ട് അവിടുന്ന് ഗൈഡിന്റെ കൂടെയാണ് വാദി റാമിന്റെ വില്ലേജിൽ പാർക്ക് ചെയ്യണം. ഇതിന്റെ ഓപ്ഷനാണ്, അതാണ് നമ്മൾ എടുക്കേണ്ടത്. അതായത് വാദി റാമിന്റെ വില്ലേജിൽ നമുക്ക് പാർക്ക് ചെയ്യാനായിട്ട് ഓപ്ഷൻ. അവര് പല രീതിയിൽ നമ്മളെ പറ്റിക്കും. കാരണം ഇത് പ്രൊട്ടക്റ്റഡ് ഏരിയയിലാണ് നമ്മൾ പോയി താമസിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ചിലരൊക്കെ നമ്മളെ പ്രൊട്ടക്റ്റഡ് ഏരിയ അല്ലാണ്ട് ചുമ്മാ വേറെ സ്ഥലങ്ങളിലൊക്കെ വാദി റാം എന്ന് പറഞ്ഞ് കൊണ്ടുപോകും. പക്ഷെ നമ്മളെപ്പോഴും പോകുമ്പോൾ താമസിക്കേണ്ടത് വാദി റാമിന്റെ പ്രൊട്ടക്റ്റഡ് ഏരിയയിലാണ്. എന്നാലാണ് നമുക്ക് അവിടെ നിന്ന് നോക്കിയാൽ നിറച്ച് ഷൂട്ടിംഗ് സ്റ്റാർസ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഭൂമിയിലെ ചൊവ്വാഗ്രഹം എന്നാണ് പറയുന്നത്. ഭൂമിയിലെ മാസ് എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ നല്ല ഭംഗിയാണ്. അപ്പോൾ പ്രൊട്ടക്റ്റഡ് ഏരിയ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം പിന്നെ പോകുമ്പോൾ സൂക്ഷിക്കേണ്ട വേറൊരു കാര്യം, നമ്മൾ സ്നാക്സ്, നമുക്ക് ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും മാത്രമേ അവിടെ നിന്ന് കിട്ടുള്ളൂ. പിന്നെ വെള്ളം, ഡിന്നർ
വെള്ളം വേണമെങ്കിൽ ഡിന്നർ വാങ്ങാം, ഇല്ലെങ്കിൽ വേണ്ട. വാട്ടർ അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ് പറയണത്. പക്ഷെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻസ് ഇപ്പോൾ സാനിറ്ററി പാർട്സ് അല്ലെങ്കിൽ കുട്ടികളുടെ മരുന്ന് അങ്ങനെ എന്ത് വേണമെങ്കിലും നമ്മൾ കൊണ്ടുപോകണം. അവിടെ എന്ത് സാധനം കിട്ടണമെങ്കിലും ഒരു 10 ഇരട്ടിയെങ്കിലും ചാർജ് കൂടുതലായിരിക്കും. സോ നമ്മൾ എല്ലാ സാധനങ്ങളും കയ്യിൽ കരുതുന്നതാണ് എപ്പോഴും നല്ലത്. അതുപോലെ പോലീസ് ചെക്കിങ്ങില് അവര് കുപ്പിയാണ് ഏറ്റവും മെയിൻ ആയിട്ട് നോക്കുന്നത്. നമ്മള് ഡബിൾ ചെക്കിങ്ങിന് പോണം. നമ്മള് അക്വാബേന്ന് കയറി വരുമ്പോ അവര് വണ്ടി ചെക്ക് ചെയ്യും. അപ്പൊ ലിക്വർ ഉണ്ടെങ്കിൽ എപ്പോഴും സൂക്ഷിക്കുക, ലിക്വർ ഇല്ലാതിരിക്കണമായിരിക്കും എപ്പോഴും നല്ലത്. അവർ ചെക്ക് ചെയ്യും. പിന്നെ അവർ എത്രയോ കൂടുതലുണ്ടെങ്കിൽ അതൊക്കെ ഇതാണ്. നമ്മൾ പുറകെ വന്ന സായിപ്പന്മാരെയൊക്കെ പിടിച്ച് നിർത്തി വേറെ സ്ഥലങ്ങളിൽ വണ്ടി കയറ്റി എക്സ്റേ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെപ്പോഴും സൂക്ഷിക്കുക, റെൻ്റേ കാർ എടുത്ത് വരണവർ. പിന്നെ ഇവിടെ എപ്പോഴും ഗൈഡിനെക്കാട്ടിലും കൂടുതൽ റെൻ്റേ കാർ എടുത്ത് വരുമായിരിക്കും എപ്പോഴും നല്ലത്. നമുക്ക് ഗൂഗിൾ മാപ്പിലെ എല്ലാ സൈറ്റും ഉണ്ട്. പിന്നെ ഇങ്ങനത്തെ ഏരിയകളിൽ വാദിറമ്മിന്റെ പ്രൊട്ടക്റ്റഡ് ഏരിയയിലൊക്കെ വരുമ്പോൾ നമ്മളൊരു അവിടെ നിന്നുള്ളൊരു ലോക്കൽ ഗൈഡിനെ നേരത്തെ കണ്ടുപിടിച്ച് നമ്മളെല്ലാം റിവ്യൂ നോക്കി കണ്ടുപിടിക്കും. അതുപോലെ പ്രൈസ് ഫൈനലൈസ് ചെയ്യും. ഇവരെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ടിപ്പ് അത് ഇതെന്നൊക്കെ പറയും. അങ്ങനെ നമ്മളെ പറ്റിക്കും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പ്രൈസ് ഫൈനലൈസ് ചെയ്ത് ഇത്തിഫാക്ക് ആക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ കൂടാവുള്ളൂ. അല്ലെങ്കിൽ എല്ലാം അവസാനം മാത്രം അറബി അറിയാന്ന് പറയാ. അല്ലെങ്കിൽ അവർ ശരിക്കും പറഞ്ഞാൽ പറ്റിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ഇവിടെയുള്ള ലോക്കൽസ് നോക്കും. ഇവർക്ക് വേറെ വരുമാന മാർഗം ഇല്ല, ഇതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് മാക്സിമം നമ്മളെ ചൂഷണം ചെയ്യാൻ നോക്കും. അപ്പൊ നമ്മള് ആദ്യമേ നമ്മള് എല്ലാം പക്ക മീൻസ് ഇത് എഗ്രി ചെയ്തതിന് ശേഷം മാത്രമേ പ്രൈസിന്റെ കാര്യത്തിൽ, അതുപോലെ നല്ല ബാർഗനിങ് പ്രൈസ് ഉണ്ട് ഇവിടെ. നമ്മൾ വിചാരിക്കും പോലെ എല്ലാ ബാർഗനിങ്ങിൽ കിട്ടും. അതുകൂടെ നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. കാരണം ഒരു JD എന്ന് പറയുന്നത് 5 റിയാലിന് മുകളിലാണ്. അപ്പം നാട്ടിലത്തെ 100 രൂപേന് മുകളിലാണ്, 120 രൂപയുടെ അടുത്ത് അതിന് മുകളിലാണ് ഒരു JD എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതനുസരിച്ച് വിലയെല്ലാം തന്നെ നമ്മൾ നാട്ടിൽ കൊടുക്കണേ. നമ്മൾ നാട്ടിലെ ഒരു സാധനത്തിന് എന്താണ് റേറ്റ്, ഇപ്പോൾ ഒരു 50 രൂപയുടെ സാധനം നാട്ടിലാണെങ്കിൽ ഇവിടെ ആ പ്രൈസൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഏകദേശം പ്രൈസ് വാല്യൂ അറിയാവുന്ന അനുസരിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം കൊടുക്കാൻ. നമ്മൾ മണ്ടന്മാരാവാൻ നിൽക്കരുത്. പിന്നെ വാദിറാമിൽ എന്ത് പോയാലും വിലയാണ്, അവിടെ ബാർഗെയിൻ ചെയ്തിട്ട് കാര്യമില്ല. അത് പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ്. പിന്നെ ഒരു ഇത്ര കിലോമീറ്റർ മരുഭൂമിയിലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും സൂക്ഷിച്ച് നമ്മൾ സാധനങ്ങളെല്ലാം കരുതിയിട്ട് പോകണം. അപ്പോൾ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മൾ വാദിറാമിൻ്റെ പ്രൊട്ടക്റ്റഡ് ഏരിയയിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ചുറ്റും മരുഭൂമിയാണ്, നല്ല ഭംഗിയുള്ള മലനിരകൾ. നമ്മുടെ സൗദിയിലെ അല്ലുലയൊക്കെ പോലെ, പക്ഷെ ഇച്ചിരി ഭംഗി അല്ലുലയ്ക്കാണ് മലയാളമൊക്കെ കാണാനായിട്ട്. പോലീസ് ചെക്കിംഗ് ഉണ്ട്, പ്രൊട്ടക്റ്റഡ് ഏരിയ ആയതുകൊണ്ട് തന്നെ. റിസപ്ഷൻ ഓഫീസാണ് ഇവിടെ. അപ്പോൾ വിസിറ്റേഴ്സ് ഇവിടെ പാർക്ക് ചെയ്യണം. നമ്മൾ നമ്മുടെ ഗൈഡിനെ വിളിക്കാൻ പോവാണ്. നമ്മൾ ഇന്ന് പോയിട്ട് നാളെയാണ് ഈ സമയമാകുമ്പോഴേ തിരിച്ചു വരുള്ളൂ. ഹലോ, നമ്മൾ നമ്മുടെ ഗൈഡിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കാണാമെന്നാണ് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ അവൻ 3 മണിയാകുമ്പോൾ ലിങ്കാണോ? അത് തന്നെ. അവിടെ ഗൈഡ് എത്തിയിട്ടുണ്ട്. നമ്മുടെ ഗൈഡ്. ഹലോ ഹലോ. നമ്മളങ്ങനെ വാദിറമിലേക്ക് കയറി. നമ്മൾ റിസർവേഷൻ എടുത്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഉള്ളിലോട്ട് കയറാൻ പറ്റി. അപ്പോൾ കയറി പൊക്കോളാൻ പറഞ്ഞു. ഇത് നമ്മൾ വാദിറമിൻ്റെ പ്രൊട്ടക്റ്റഡ് ഏരിയ, പോലീസുകാരുടെ അടുത്ത് റിസർവേഷൻ ഇല്ലെങ്കിൽ അവർ കയറ്റില്ല.
ഇപ്പൊ നമ്മൾ വാദിറമ്മിന്റെ പ്രൊട്ടക്റ്റഡ് ഏരിയയിലേക്കാണ് കയറാൻ പോണത്. നോ ഹണ്ടിങ്, നോ ഗ്രേസിംഗ്, നോ ഹണ്ടിങ്, നോ മോഡലിംഗ്, ഓർ മോഡലിംഗ് വിത്തൗട്ട് പെർമിഷൻ. ഇത് പെർമിഷൻ ഇല്ലാണ്ട് ഫിൽമിങ് ഓർ മോഡലിംഗ് പറ്റില്ല എന്നാണ് പറഞ്ഞേക്കണത്. ബാക്കിയുള്ളതൊന്നും പറ്റില്ല. അപ്പൊ അങ്ങനെ നമ്മള് പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മുടെ പോലീസുകാർ മീൻസ് നമ്മുടെ ഗൈഡും പറഞ്ഞിട്ടാണ് നമ്മളെ കയറ്റിവിട്ടത്. പോലീസുകാർ കയറ്റിവിട്ടത്. അവിടെ ഒത്തിരി പേര് മീൻസ് ഈ പ്രൊട്ടക്റ്റഡ് ഏരിയയിൽ നമ്മൾ റിസർവേഷൻ എടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്യേണ്ടി വരും. നമ്മൾ ഇങ്ങോട്ടേക്ക് കയറ്റില്ല. ആൾക്കാരെല്ലാരും ഈ ഗൈഡൊക്കെ പൈസ മേടിച്ച് വെച്ച് കുറെ പേര് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിന്റെ ഔട്ട്സൈഡ് വാദിറമ്മിന്റെ പ്രൊട്ടക്റ്റഡ് ഏരിയ അല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മളെ കൊണ്ടുപോയി ക്യാമ്പ് ചെയ്യിക്കും. അത് ഇവര് ഗവൺമെന്റുമായിട്ട് ഒരു ഉത്തരവാദിത്വമില്ല. എന്ത് സംഭവിച്ചാലും അവർ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ല. നമ്മൾ വാദിറമ്മിന്റെ അതാണ് യുനെസ്കോ അംഗീകരിച്ച വാദിറമ്മിന്റെ ഏരിയ. മീൻസ് ഈ വേൾഡ് ഹെറിറ്റേജ് ഏരിയ എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ്. അങ്ങോട്ടേക്ക് നമ്മൾ ഗൈഡിന്റെ സഹായത്തോടെ മാത്രമേ ഇവർ കടത്തി വിടുള്ളൂ, അല്ലാണ്ട് ഇവർ കയറ്റി വിടത്തില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിൽ വെച്ചിട്ട് വേണം ഇങ്ങോട്ടേക്ക് വരാനായിട്ട്. പക്ഷെ എപ്പോഴും നമ്മൾ പാക്കേജിനെക്കാട്ടിലും നല്ലത് ഇവിടെ വന്നിറങ്ങി ഒരു ടാക്സി എടുക്കുമായിരിക്കും എപ്പോഴും നല്ല. എന്നിട്ട് ഇവിടെ നിന്ന് ചെറിയ ചെറിയ ടൂർ ഗൈഡുകളെ കണ്ടുപിടിച്ചിട്ട് ചെയ്യാം. അപ്പം നമുക്ക് ഒത്തിരി പൈസ ലാഭം കിട്ടും. ഇവിടെ നിന്ന് 7 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഗൈഡ് നമ്മളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പോലീസുകാർക്ക് നമ്മൾ ഗൈഡിനെ വിളിച്ചു കൊടുത്തു. അപ്പോൾ അവർ ചോദിച്ചു നീ ആരാണ്. അപ്പോൾ അയാളുടെ പേരും ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നമ്മളെ കയറ്റി വിട്ടത്. അപ്പോൾ അവർ വെയിറ്റ് ചെയ്യാന്ന് അതുകൊണ്ട് മാത്രം കയറ്റി വിട്ടതാണ്. കുറേ പേര് അവിടെ പുറത്ത് നിർത്തി കയറാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഗൈഡിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞിട്ട് ഗൈഡ് അവിടെ നിന്ന് വണ്ടിയിൽ നമ്മളെ ഡെസേർട്ട് സഫാരിക്ക് പോകണം. നമ്മൾ ഡെസേർട്ടിൻ്റെ ഉള്ളിലാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വാദിറം എന്ന് പറഞ്ഞ സ്ഥലം. അപ്പം നമുക്കൊരിക്കലും നമ്മുടെ വണ്ടിക്ക് ആക്സസ് ഇല്ല. നമ്മൾ ഇനി ഇതിനകത്ത് പ്രൊട്ടക്റ്റഡ് ഏരിയയിൽ ഒരു വിസിറ്റേഴ്സ് പാർക്കിംഗ് ഉണ്ട്. അവിടെ വണ്ടി ഇട്ടിട്ട് വേണം നമുക്ക് വാദിറമ്മിലേക്ക് പോകാനായിട്ട്. നമ്മുടെ വണ്ടികൾക്കൊന്നും അങ്ങോട്ടേക്ക് ആക്സസ് ഇല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ പ്യുവർ മരുഭൂമിയിലേക്ക് നമ്മൾ കയറുവാണ്. ഒന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ശരിയാ, ചൊവ്വാഗ്രഹം എന്ന് പറയും പോലെ തന്നെ ഒന്നും കിട്ടില്ലാത്ത ഏരിയ ആണ്. അതുകൊണ്ടാണ് നമ്മളെല്ലാം കരുതിക്കൊണ്ട് വരണം എന്ന് പറയണത്. എന്ത് സംഭവമാണെങ്കിലും നമ്മൾ കരുതിക്കൊണ്ട് വരണം, അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും എന്ന് പറയണത്. കാരണം ഇത്രയും ദൂരം ഇനിയിപ്പോൾ തിരിച്ചു പോകണമെങ്കിൽ പോലീസുകാരുടെ അതൊക്കെ പ്രശ്നമാണ്. അപ്പോൾ പെർമിഷനൊക്കെ വേണം. പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എല്ലാ ലഗേജും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. നമുക്ക് ആവശ്യമുള്ള ലഗേജ് ഒരു ദിവസത്തെ സ്റ്റേക്ക് വേണ്ടിയിട്ടുള്ള ലഗേജ് കൊണ്ടുപോകാൻ പാകത്തൊരു ചെറിയ ബാഗിലേക്ക് നമ്മുടെ നൈറ്റ് ഡ്രസ്സ്, പിന്നെ നാളെ രാവിലെ മാറി കൊണ്ടുവരാനുള്ള ഡ്രസ്സ്, പിന്നെ പേസ്റ്റ്, അങ്ങനത്തെ സാധനങ്ങളെല്ലാം നമ്മൾ എടുത്തിട്ട് വേണം പോകാനായിട്ട്. പിന്നെ ഫുഡ് സാധനങ്ങളെല്ലാം അപ്പോൾ നമ്മൾ അതൊരു ബാഗിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം പാക്ക് ചെയ്തിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. നമ്മൾ പ്യുവർ മരുഭൂമി കൂടിയാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഹിമ ഇവിടെ എന്തൊക്കെയുണ്ട് അമ്മ, എല്ലാം എടുത്തില്ല അമ്മയെന്നൊക്കെ ചോദിച്ചു ഇവിടെ ഇരിക്കണ്ടേ. ഹിമ ഹാപ്പി? ഹിമയ്ക്ക് പനി ആയതുകൊണ്ട് ഹിമയുടെ മരുന്നൊക്കെ എടുത്തിട്ടില്ല എന്നാണ് ഹിമ ആദ്യം ചോദിച്ചത്. തൊണ്ടവേദനയല്ലേ? നല്ല വേദന ഉണ്ടോ? ഒന്നും ഇറക്കാൻ പറ്റില്ല. അയ്യോ, നീങ്ങിയിരിക്കും. വെയിലുള്ളാണ്ട് ചേച്ചിയുടെ അടുത്തേക്ക് നീങ്ങിയിരിക്കും. ഹിമയ്ക്ക് ഇന്നലെ പെട്രയിൽ നടന്ന് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഒരു 4 കിലോമീറ്ററോളം തിരിച്ചു പോകുന്നായിരുന്നു. അപ്പോൾ അത് വല്ലാത്ത ഇതായിപ്പോയി. അതുകൊണ്ടാണ് നമ്മൾ കുതിരേനെയൊക്കെ വിളിച്ച് നമ്മൾ പോകുന്നത്. ആ ചൂടത്തോടുകൂടി നടന്നതോടുകൂടി ഹിമയ്ക്ക് പനിയായി. ഇന്ന് നമ്മൾ എഴുന്നേറ്റപ്പോഴും ലേറ്റ് ആയിട്ട്, നമ്മളൊരു 8 മണി ആയപ്പോഴാണ് എഴുന്നേറ്റത്. ഇവിടെ 4 മണിക്ക് നേരം വെളുക്കും. ഇവിടെ ആട്ടിടയന്മാരൊക്കെ ഇവിടെ താമസിക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒത്തിരി ആട്ടിടയത്തികളെ കണ്ടു കേട്ടോ. അതെ, ഇവിടെ വില്ലേജ്. അങ്ങനെ നമ്മൾ വാദിറമ്മിന്റെ പ്രൊട്ടക്റ്റഡ് ഏരിയയുടെ അകത്ത് വിസിറ്റേഴ്സിന്റെ അവിടെ വണ്ടി പാർക്ക് ചെയ്തു. നമുക്ക് അവിടെ വരെ പെർമിറ്റ് ഉള്ളൂ. അവിടെ നിന്ന് വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ് അകത്തേക്ക്. അപ്പോൾ നമ്മുടെ ഡ്രൈവറുടെ പേര് സലാം എന്നാണ്. അപ്പോൾ ഇവിടെ നിർത്തി. പ്രൈസസ് ആർ നോർമൽ. ഇത് റം ഗേറ്റ് സൂപ്പർ മാർക്കറ്റ് എന്നാണ് ഇതിൻ്റെ പേരിട്ടേക്കുന്നത്. പ്രൈസസ് ആർ നോർമൽ എന്നാണ്. വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, സ്നാക്സ് ആൻഡ് വാട്ടർ ഇവിടെ കിട്ടും. എന്തായാലും നമ്മളെല്ലാം കരുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ റേറ്റ് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല കേട്ടോ. അപ്പോൾ വേണ്ടവർക്ക് ഇവിടുന്ന് വാങ്ങാം. പക്ഷെ നമുക്കറിയില്ല എങ്ങനെ റേറ്റ് എന്ന്.
അപ്പോൾ ഇവിടെ സ്നാക്സും വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരിവിടുന്ന് റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ട് ഈ പ്രൊട്ടക്റ്റഡ് ഏരിയയിൽ. പക്ഷേ ഇവരിവിടെ നിന്നാണ് നമുക്ക് വേണ്ടിയിട്ട് നല്ല ഐസ് വാട്ടറൊക്കെ ചിൽഡ് വാട്ടർ മേടിച്ചത്. അതെ അതെ, ഹന്നയുടെ കയ്യിലിരിക്കുന്നത് ഫുൾ ഐസ് വാട്ടറാണ്. ഐസ് അതിൻ്റെ അകത്ത്. പാക്കേജിൽ വെള്ളം ഉണ്ട്. എന്നിരുന്നാലും നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങൾ എല്ലാം വണ്ടിയിൽ വെച്ചോളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്ത് കൊണ്ടുവരാനും പേടിക്കുമൊന്നും വേണ്ട. ഒരു ലോഡ് സാധനം എടുത്താൽ അവരവരുടെ വണ്ടിയിൽ വെച്ചോളും. അപ്പം അത്യാവശ്യം വണ്ടിയിൽ ഉള്ളിൽ ഇരിക്കുന്നവർക്ക് ഇരിക്കാം കേട്ടോ. നമ്മളിത് പുറത്ത് ആണ് ചൂസ് ചെയ്തത്. അപ്പം നല്ല മലനിരകളാണ്. ഇന്നും നാളെ നമുക്ക് ഇത് ചെയ്തേക്കണ വണ്ടിയാണിത്. ഇപ്പോൾ നമ്മൾ പോണ റോഡിൽ കൂടെയാണ്. പക്ഷേ നമ്മൾ കാണുമ്പോൾ മരുഭൂമിയിലെ മണ്ണിൻ്റെ കളറ് മാറി തുടങ്ങി, റെഡ് കളറായി. ഇനി ഇതവിടെ നിന്ന് അങ്ങോട്ടേക്ക് റോഡില്ല. ഇതവിടെ വരെ മാത്രമേ റോഡുള്ളൂ. ഇവിടെ ആൾക്കാർ താമസമൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഓരോരുത്തരുടെ വീടാണ്. ഇത് ഇവിടെ താമസിക്കണവരുടെ ഫാമിലി ആയിട്ട് പറഞ്ഞാൽ കാണുന്നത്. ഇതൊക്കെ ഇവിടുത്തെ ആൾക്കാർ താമസിക്കണ വീടാണ്. ഈ പുള്ളിയുടെ ഫാമിലിയാണ് ഇത് അപ്പുറത്തേക്കടെ പോണത് തോന്നുന്നത്. ആടൊക്കെ ഉണ്ട്. നല്ല ആടിൻ്റെ ചൂര ഇവിടെ നല്ല മണം വരുന്നുണ്ട് ആടിൻ്റെ. അപ്പോൾ ഇവിടെ ഇങ്ങോട്ടേക്ക് നമ്മൾ വഴി തിരിഞ്ഞു. അങ്ങോട്ടേക്കാണ് ഞാൻ ഓർക്കും ചെയ്തു, വഴിയില്ലല്ലോ. നമ്മളിപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി. ഇവിടെ നല്ല ഗ്രാമപ്രദേശമുണ്ട് ഇതിൻ്റെ അകത്തേട്ടോ, പ്രൊട്ടക്റ്റഡ് ഏരിയയിൽ. അത്യാവശ്യം നല്ല ചൂടുണ്ട്. നമ്മളങ്ങനെ ഒരു ഇടവഴിയിലോട്ട് കയറി. ഓക്കെ, നമ്മൾ ആ മണ്ണില്ലാത്ത വഴി തന്നെ പോകേണ്ടതായിരുന്നു. പക്ഷെ പുള്ളി കടയിൽ സാധനം മേടിക്കാൻ വേണ്ടി കയറിയതാട്ടോ ഈ വഴി വന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അത്യാവശ്യം നമ്മൾ കുളു മണാലിയിൽ നല്ല കയറ്റം കയറി പോയ പോലെ നമ്മൾ മരുഭൂമിക്കടെ പോയിട്ടില്ല. ദുബായ് ഡെസേർട്ട് സഫാരി നമ്മൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അത് വണ്ടി ഇങ്ങനെയല്ലായിരുന്നു, അത് ഉള്ളിലിരിക്കുമായിരുന്നു. നമ്മൾ GMCയുടെ ലാൻഡ് ക്രൂയിസറിൻ്റെ ഉള്ളിലായിരുന്നു. പക്ഷെ ഇത് വണ്ടിയുടെ പുറത്താണ്. മണ്ണൊക്കെ അടിച്ച് കയറാൻ നമ്മൾ മണ്ണിൽ കയറി. നല്ല മണല്ലത്. അവിടെ ഒട്ടകം പോണ്ട്. ഒട്ടകങ്ങളുടെ പുറത്ത് ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. കണ്ണെന്താടിക്കണേ? കണ്ണിപ്പൊടി കയറില്ല. വിചാരിച്ച പോലെയല്ല. അത്യാവശ്യം അത് തന്നെ കുണ്ടി പോയാച്ചെന്ന് പറഞ്ഞ അവസ്ഥയായി. നല്ല വൈബ്രേഷനാട്ടോ, നല്ല വൈബ്രേഷൻ. മസാജ് നല്ല മസാജ് അല്ലേ ഹിമ? ഹിമയാണെങ്കിൽ നല്ല ലോലിപോപ്പൊക്കെ കഴിച്ചോണ്ടാണ് ഇരിക്കുന്നത്. ഹന്നയുടെ കയ്യിൽ കോൾഡ് വാട്ടർ ഉണ്ട്. എന്ത് വന്നാലും എൻ്റെ കയ്യിൽ കോൾഡ് വാട്ടർ ഉണ്ടെന്ന് പറഞ്ഞാണ് ഹന്ന ഇരിക്കുന്നത്. അപ്പം മൊബൈലിൽ കൈക്കൊക്കെ വിട്ടായി. അപ്പം നല്ല അടിപൊളിയായിട്ട് ഓക്കെ ശരിക്കും നമ്മളൊരു ഇച്ചിരി ലേറ്റായി. ഇച്ചിരോടെ നേരത്തെ വരണമായിരുന്നു. അവർ നമുക്ക് തന്ന സമയം എപ്പോഴായിട്ട് വെച്ചിട്ട് നമ്മൾ 2:30 നമ്മളോട് പറഞ്ഞായിരുന്നേ. ഇപ്പം സമയം 3:30 1 മണിക്കൂർ. ഇവിടെയൊക്കെ കാറ്റൊക്കെ കയറുന്നു. പണിയുള്ള കൊച്ച എങ്ങനെയുണ്ട് ഹിമ? ഇതുപോലെ വിയർക്കാൻ പോയപ്പോഴും ഹിമയ്ക്ക് പണിയായിരുന്നു. ണ്ടോ അപ്പോ അപ്പൊ ഭയങ്കര ചരിത്രം കാണാൻ പോവാ. വാദി റമ്മിൽ ഇറങ്ങുമ്പോഴത്തെ ആദ്യത്തെ സൈറ്റാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ 2000 BC
ഓൾഡ് ട്രാൻസ്ക്രിപ്റ്റ്സ് ഒക്കെ ഇവിടെ ഉണ്ട്, നമുക്ക് കാണാൻ പറ്റും. ഇത് 2000 BC എഴുത്താണ്. നമ്മളത് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അവരൊക്കെ അതിനകത്ത് ഇരിക്കുവാണ് വണ്ടിക്കകത്ത്. നല്ല മരുഭൂമിയാണ്. ഓക്കെ, ഇവിടെ നന്നായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ കല്ലിലൊക്കെ. ഇതിൻ്റെ മുകളിൽ ഇതേ കാണുന്ന മരത്തിൻ്റെ അവിടെ ഒരു ചെറിയ സ്പ്രിങ് ഉണ്ട്. അവിടെ നിന്നുള്ള വെള്ളം ഇങ്ങോട്ടേക്ക് വരണുണ്ട് ഒട്ടകങ്ങൾക്കൊക്കെ ആയിട്ട്. വർഷങ്ങൾക്ക് മുമ്പ് കല്ലിൽ എഴുതിയിട്ടുള്ള എഴുത്താണ് ഈ കാണുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഞാൻ മുകളിൽ കാണുന്ന ട്രീയുടെ അവിടെ ഒരു നീരുറവയുണ്ട്. അതിനകത്തു നിന്നുള്ള വെള്ളം ഇങ്ങനെ പൈപ്പിൽ കൂടെ ഇട്ടിട്ട് താഴത്തേക്ക് കൊണ്ടുവന്ന് ഇതേ ഓട്ടങ്ങൾ നിൽക്കണം അവിടെ കൊണ്ടുവന്നിട്ട് ഓട്ടങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ മുകളിൽ നിന്ന് വരുന്ന വെള്ളമാണത്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും അവിടെ അതിൽ കൂടെ ഒരു ബ്ലാക്ക് കളർ ഓസ് ഇങ്ങനെ ഇട്ട് വന്നിട്ടുണ്ട്. വേറെ നിലത്തേക്കടയൊക്കെയാണെങ്കിലും പോണ നമുക്ക് കാണാൻ പറ്റും ബ്ലാക്ക് കളർ ഓസ്. എന്നിട്ട് അത് പോയി ഇതിവിടെ ഒട്ടകങ്ങൾക്ക് കുടിക്കാൻ കൊടുത്തിട്ടുണ്ട്. അപ്പനും മക്കളോടെ കൂടി വണ്ടിക്കകത്തിരിക്കുന്നത്. നല്ല വെയിലാട്ടോ. ഇപ്പോൾ ഇവിടെ സമയം 3:30. അത്യാവശ്യം നല്ല വെയിലുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇരുന്ന് വിശ്രമിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അതൊക്കെ ചെറിയൊരു സ്കാമിൽ പെടും. കാരണം അവിടെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും വാങ്ങണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രിങ്ക്സ്, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും സാധനം വാങ്ങാനൊക്കെ പറയുമ്പോൾ അതൊരു ചെറിയൊരു ഇതാണ്. നമ്മളതിനൊന്നും പോകണില്ല. അപ്പോൾ ഇതേ മുകളിൽ നിന്ന് വെള്ളത്തിനിട്ടേക്കണേ ആ നീരുറവേന്ന് ഇട്ടേക്കണ ഹോസാണിത്. അത് ചാറിനോടത്തൊക്കെ ഇതേ പുല്ലൊക്കെ മുളച്ച് വന്നിട്ടുണ്ട്. ഇത് ഇവിടെ ഒട്ടകങ്ങൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ആ വെള്ളം ഇങ്ങോട്ടേക്ക് ഒഴിക്കുവാണ്. ഇതാണ് വെള്ളം, മുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ഇതിനകത്ത് കയറണമെങ്കിലാണ് അമ്മ കാലൊക്കെ ഇടുന്നു. എന്നെ ഇങ്ങോട്ടേക്ക് തട്ടിയോ? ഐസ്ക്രീം അവരുടെ മുമ്പിൽ ലോലിപോപ്പ് ഉണ്ടല്ലോ, അടുത്ത സ്ഥലത്ത് കൊടുത്ത് പോരാ. നമ്മൾ പ്യുവർ മരുഭൂമിയുടെ ഉള്ളിലാണ്. ഇവിടുത്തെ മരുഭൂമിയുടെ കളറൊക്കെ ശരിക്കും ഒരു റെഡിഷ് കളറാണ്. വലിയ വലിയ മലകൾ. എല്ലാ മലയുടെ മൂട്ടിക്കടെ ഇവർ ക്യാമ്പ് സൈറ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ക്യാമ്പുകളുണ്ട്. ഇഷ്ടംപോലെ എന്ന് വെച്ചാൽ നമുക്ക് എണ്ണിയ തീരില്ലാത്ത രീതിയിൽ. നമ്മളിപ്പോൾ തന്നെ പോയിൻ്റെ വഴിക്ക് നമുക്ക് പോയിൻ്റെ വഴിക്ക് ഇപ്പോൾ ഒരു 10,000-ന് മുകളിൽ നമ്മൾ കണ്ടു ക്യാമ്പുകൾ. നമ്മുടെ എങ്ങോട്ടേക്കാന്ന് അറിയാൻ പാടില്ല. എല്ലാം ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. ദൂരത്ത് നോക്കിയാൽ കാണാം. അവിടെയൊക്കെ ഇത് അടിച്ചിട്ടുണ്ട്, ക്യാമ്പ് അടിച്ചിട്ടുണ്ട്. ഇത് അടുത്ത സ്ഥലമാണ്. ഓ, ഇത് പ്യുവർ മല. നമുക്ക് ഇറങ്ങണ്ട, ഞാൻ ഇറങ്ങല്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും പറയും. എന്നാ പറയണേന്ന് നോക്കട്ടെ. The sand dunes area. Okay. Just climbing to the top, and you will see the area of Florence movies from other side, and you can see nice view panorama. This one, like this view we don't. ഇത് സാൻഡ് ഡ്യൂൺസ് ആണ് ഇവിടുത്തെ. ഇവിടെ നിർത്തി നമുക്ക് നടക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ കയറില്ല. ഇതിൻ്റെ മുകളിൽ കയറിയ സായിപ്പ് മാതാമയൊക്കെ കയറുന്നുണ്ട്. മുകളിൽ കയറി അപ്പുറത്തേക്ക് നോക്കിയാൽ ലോറൻസ് മൂവിയുടെ ലൊക്കേഷൻസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഹോളിവുഡ് മൂവീസിൻ്റെ. നമുക്ക് പെട്രയിൽ നടന്ന് നല്ല കാലുവേദന ഉണ്ട്. പിന്നെ ഹിമയ്ക്ക് പനിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കയറാൻ
ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ അവനോട് പറയും നമ്മൾ പോവുകയാണ്. അപ്പോൾ അവൻ പറഞ്ഞു നമ്മുടെ അടുത്ത് ഇതിങ്ങനെ പെട്ടെന്ന് തീർത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പരിപാടി തീരും, പിന്നെ ഒന്നും കാണിച്ചില്ല എന്ന് പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചില പറഞ്ഞ് ഞങ്ങൾക്ക് പരാതിയില്ല. ഇനിയിപ്പം സൺസെറ്റിന് കാണണമെന്ന് പറഞ്ഞപ്പോൾ അത് 7:30 ആവും. അപ്പോൾ ഇഷ്ടംപോലെ സമയമുണ്ട്. അപ്പോൾ എനിവേ നമ്മുടെ അടുത്ത് ഇത് നടക്കൽ ബുദ്ധിമുട്ടാണ്. ഇന്നലെ പെട്രോയിൽ പോയിട്ട് നമ്മൾ വല്ലാണ്ട് ഇതായി. ഇപ്പം ശരിക്കും പിടിച്ചു നിൽക്കുന്നത് പരടോളിലാണ്. അപ്പോൾ ഹിമയ്ക്കാണേലും പാരസെറ്റമോളിൽ രാവിലെ മുതൽ മരുന്ന് കൊടുത്താണ് വരുന്നത്. അപ്പം നല്ല മരുഭൂമിയാണ്. അത്രയും വലിയ മരം 1/2 മണിക്കൂറും കൊണ്ടേ കയറാൻ പറ്റുള്ളൂ. അത് കയറാനാണ് പറഞ്ഞത്. അതിൻ്റെ അപ്പുറമാണ് ലോറൻസ് മൂവി ലൊക്കേഷൻ. അപ്പം നമ്മൾ നല്ല അടിപൊളി മലനിരകളാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒട്ടും മിസ്സല്ല. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ നട്ടുച്ചയാണേലും അത്ര ചൂടൊന്നും ഇല്ല കേട്ടോ. ഒത്തിരി ചൂടില്ല, തണുപ്പ. 4 മണി നമ്മൾ പെട്രയിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഭയങ്കര ചൂടല്ലായിരുന്നു. പോയി ഞാൻ ഹന്നങ്ങടം കൂടി. ഈ മലയുടെ ഇടയ്ക്ക് ഒരു വഴിയുണ്ട്. ആ വഴി കടന്നു കഴിഞ്ഞാൽ നബദിയൻസിൻ്റെ സ്ക്രിപ്ചറൊക്കെ ഉണ്ട്. പിന്നെ അവർ പിന്നെ നല്ല ഭംഗിയാണ്, നല്ല തണുപ്പാന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാണും പോലെയല്ല, നമ്മൾ വണ്ടി ഇറക്കിയിട്ട് ഇഷ്ടംപോലെ നടക്കാനുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു 1 കിലോമീറ്ററിൻ്റെ അടുത്ത് വരും. നോക്കുമ്പോൾ പെട്ടെന്ന് എത്തുമെന്ന് വിചാരിക്കുന്നത് ചെറുക്കനെ കോട തുടങ്ങിയിട്ട് കുറേ നേരമായി. വലിയ മലയുടെ ഉള്ളിലേക്കുള്ള വഴിയാണ്. ഇതിവിടെ കുതിര കഴുതിയൊക്കെ വന്നോടി. ഇവിടെ വന്നാൽ നല്ല രസമാണ്. നടക്കാനൊരിച്ചിരി പാടാണെങ്കിലും ഇവിടുത്തെ മണ്ണൊക്കെ നല്ല രസമാണ് കാണാൻ. നടക്കാൻ പാടാ, കുഴിഞ്ഞു പോവും. ഭയങ്കര വലിയ മലയാണ് ഇത്. ഞാനിത് എൻ്റെ തലയുടെ മുകളിൽ പൊക്കി പിടിച്ചിട്ടാട്ടോ അത്രയും കണ്ടത്. നല്ല വലിയ മല, അതിൻ്റെ ഉള്ളിൽ കൂടെ ഇതൊക്കെ കണ്ടുപിടിച്ച ആരാണോ ഈ മരുഭൂമിയുടെ ഇടയ്ക്ക്? അതൊക്കെ രാജാവിൻ്റെ വീടൊക്കെ. ആൾക്കാരൊക്കെ മടുത്തിട്ട് വന്നിരിക്കുന്നുണ്ട്. നമ്മൾ ചാടിത്തുള്ളി കെട്ടി പോന്നു. അന്ന് ഇവിടെ മരമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എനിക്ക് തോന്നുന്നു നീരുറവയൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ടെന്ന് തോന്നുന്നു. തലയും കുത്തി വീഴാനൊക്കെ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് സൂക്ഷിക്കണം എന്നാണ് അവർ പറഞ്ഞേക്കണത്. അൽ ഖസാലി എന്നാണ് ഇവിടുത്തെ പേര്, അൽ ഖസാലി. അങ്ങനെ നമ്മൾ ഉള്ളിലോട്ട് കയറാൻ പോവാണ്. ഇതിൻ്റെ ഉള്ളിലൊന്നും ഇല്ലടി, ഇങ്ങോട്ട് പോരെ, അങ്ങോട്ട് പോണ്ട. ഈ നടന്നു പോണ വഴിക്ക് അവിടെ എവിടെയൊക്കെ തോണ്ടി വയ്ക്കും. എന്നിട്ട് ഇങ്ങനെയുള്ള ടൂറിസ്റ്റുമാർക്ക് ഭ്രാന്ത് പിടിപ്പിക്കാൻ. ഇങ്ങനെ വഴിയില്ല. ഇവിടെ വഴിയില്ല കേട്ടോ. മുകളിൽ കൂടെ കയറി പോകണം. ഇവിടെയൊക്കെ നല്ല അടിപൊളി പാറയുണ്ട്, നല്ല തണുപ്പാ, നല്ല രസമുണ്ട്. അങ്ങനെ ഹന്ന കയറി. ഇന്നലെ കയറിയ പോലത്തെ വഴിയാണെങ്കിലും ഇവിടെ തെന്നും, ഇവിടെ മണ്ണൊക്കെ ഇതുണ്ട്. വേണമെങ്കിൽ അവിടെ പോയിട്ട് ഇപ്പം തിരിച്ചു വരും. അതെ അതെ, അതന്നെ കുറുക്കാൻ പോണ കേട്ടോ. എങ്ങോട്ടടി പോണേ? പോയിട്ട് അവിടെ വരെ ചെല്ലും.
ഒരു ഗുഹയുടെ ഉൾഭാഗമാണ്. അതിൻ്റെ മുകളിൽ ഹന്ന കയറി അതിനകത്ത് എഴുതിയിട്ടുണ്ടെന്നൊക്കെയാണ് ഹന്ന പറയണത്. അതിൻ്റെ ഉള്ളിലൊക്കെ സ്ക്രിപ്ചറൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. തലം കുത്തി പോവോ? ഇത്രയും വലിയ വലിയ മലയാട്ടോ. ഇതിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ഇവിടെ സ്ക്രിപ്ചറൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഏൻഷ്യൻ സ്ക്രിപ്ചേഴ്സ്. കലവില കലവില കിലവില എന്ന് പറഞ്ഞ വർത്താനാണ്. ഇവിടെ ഇങ്ങോട്ടേക്ക് കടന്നു വന്നിട്ടുള്ള വഴിയുണ്ട്. ഹന്ന അറബി അറിയാവുന്ന വായിക്കണത്. അറബിയാണ് എഴുതിയേക്കണത്. എന്താ അല്ലാന്ന് വായിച്ചു. ബാക്കിയോടെ വായിച്ചു നോക്ക്. അങ്ങനെ തലകുത്തി തന്നെ എഴുതിയേക്കണമെന്ന് വായിക്കാം. ഇതാ അവിടെ എഴുതിയേക്കണമെന്ന് വായിക്കാൻ നോക്കി. ഹന്നയ്ക്ക് അറബി ടീച്ചറിന് പേടിയുണ്ട്. ആവശ്യമില്ലാത്തൊന്നും ഹന്ന വായിക്കില്ല. ഇന്നത്തെ ഏതാടി അല്ലാന്ന്? ഇതല്ലേ ഇതിനകത്ത്? ഇതല്ലേ അല്ല? എന്താ ഞാൻ കാലിഗ്രഫി, ഇസ്ലാമിക് കാലിഗ്രഫിക്ക് കൂടിയിട്ട് എഴുതി വെച്ചതാണ് ഇത്. ഇവിടെ ഒത്തിരി ഇവിടെ പടങ്ങൾ വെച്ചിട്ടുണ്ട്. അവിടെ ഒരു പെണ്ണും ആണും ഒരു പട്ടിയും പൂച്ചയും. അത് ശരിയാണ്. ഒരു പെണ്ണും ആണും കാൽപാദം ആട്, കാൽപാദം ആട്, 2 പശു. അതിവിടെ പശു പോയിട്ടുണ്ട്. ഗോൾഡൻ കാഫൽ. ശരിക്കും ഗോൾഡൻ കാഫൽത്തറിലൊക്കെ സ്ക്രിപ്ചേഴ്സ് ഇങ്ങനെ തന്നെയാണ്. പക്ഷെ ഇത് അറബിക്കാണത്. ഇവിടെ ആണെങ്കിലും ഉണ്ട്. നമുക്ക് പിന്നെ അറിയില്ല എവിടെ നിന്ന് എങ്ങനെ വന്നേക്കണമെന്നൊന്നും. അപ്പം നമ്മളിത് ഇങ്ങനെ കയറി അകത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഗുഹയാണ് ഇതിൻ്റെ അകത്ത്. കുറച്ച് സായിപ്പന്മാർ പോയിട്ടുണ്ട് കേട്ടോ. നല്ല തണുപ്പാണ് ഇതിനകത്ത്. ഇരുട്ടായിട്ട് തോന്നും. ചൂടോ തണുക്കണം. നീ പേടിച്ചിട്ട് വേർക്കണ. ഇത് ഭയങ്കര വലിയ ഗുഹയുടെ അകത്താണ് നമ്മളിപ്പോൾ ഉള്ളത് കേട്ടോ. എന്നതാ? ഇവിടെ ഒരു ഗുഹയുണ്ട്. നമ്മളങ്ങോട്ട് കയറാൻ. ശരിക്കും അത് താഴെ പോയാലോ മഞ്ഞുവനുഭൂഷല്ലേ താഴെ കിടന്നിട്ട് കുട്ടിയായിട്ടാന്ന് വിളിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ചെറിയ ചെറിയ ഫോട്ടോകളുണ്ട്. ഗുഹയുടെ അങ്ങറ്റത്തുനിന്ന് വെട്ടം കാണുന്ന അവിടെ നിന്നാണ് നമ്മൾ വന്നത്. ഇതിനകത്ത് വവ്വാലൊക്കെ ഉണ്ട് കേട്ടോ. അല്ലതേ അതാണ് സാധനം കയറി പോണ്ട്. തേള്, പല്ലി ഒക്കെ കയറി പോണ്ട്. ഇതാണ് ഇതിൻ്റെ എൻഡ് പോയിന്റ്. വലിയൊരു കുഴിയുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് ഞാൻ ഇറങ്ങുവാണ്. ഹന്ന അങ്ങോട്ട് പോയില്ല. ഇവിടുത്തെ വഴിയൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. ഒരു കാല് വയ്ക്കാവുന്ന സ്പേസ് ഉള്ളൂ. ഞാൻ പോട്ടെ. ഞാനും അപ്പോൾ ഞാൻ അങ്ങോട്ട് കിടന്നാലല്ലേ അങ്ങോട്ട് കിടക്കാൻ പറ്റുള്ളൂ. ഇത്രേ ഉള്ളൂ. ഇതിൻ്റെ മുകളിൽ വേറെ ഒന്നുമില്ല. കയറാൻ പറ്റില്ല. ഇതാണ് എൻഡ് പോയിന്റ്. വലിയ രസമായിട്ട് അതിൻ്റെ അകത്തൊക്കെ പോയി തിരിച്ചു പോകുമ്പോഴാണ് ടെൻഷൻ. മതിയായ വെയിലത്ത് ഇനി അങ്ങോട്ട് നടക്കണം. ഒരു 1/2 കിലോമീറ്ററിനകത്ത് അടുത്ത്. അതാണ് പ്രശ്നം. എല്ലാം പ്രശ്നം ഇത് തന്നെയാണ്. കയറിപ്പോവാൻ നമുക്കത്ര ബുദ്ധിമുട്ട് തോന്നില്ല. പക്ഷെ തിരിച്ചു പോകുമ്പോഴാണ് വെയിലും ഒക്കെ ആയി. നമ്മൾ നല്ല വെയിലത്തോട്ട് കയറി. കണ്ണു പിടിക്കുന്നില്ല. പക്ഷെ ചുറ്റും നല്ല ഭംഗി. അതിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പാട്ടോ. ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. കുറേ പേര് അതിനകത്തുണ്ട്. കുറേ പേര് നമുക്ക് മുന്നേ പോയി. ഇനി ഒരു 1/2 കിലോമീറ്റർ നമുക്ക് നടക്കണം അങ്ങോട്ടേക്ക് നമ്മുടെ വണ്ടി എത്തണമെങ്കിൽ. ഹിമേനെ കൊണ്ടുവരാണ്ടിരുന്ന് നന്നായി. അപ്പോൾ വാജിറാമിലെ പോണ വഴിക്കുള്ള 3rd പ്ലേസാണിത്. ആദ്യം നമ്മളൊരു മുകളിൽ നിന്നുള്ളൊരു നീരുറവയുടെ അടുത്ത് നിർത്തി.
രണ്ടാമത് ഹോളിവുഡ് മൂവീസ് ഷൂട്ട് ചെയ്ത ഡ്യൂൺസിൻ്റെ അടുത്ത്, മൂന്നാമത് ഈ ഗുഹയ്ക്കകത്ത്. ഇതിനകത്തൊക്കെ നബദിയൻസിൻ്റെ സ്ക്രിപ്ചർ, അറബിക് സ്ക്രിപ്ചേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് വണ്ടിയിലേക്ക് പൊക്കോട്ടിരിക്കുകയാണ്. എന്റെ കൊച്ചിനെ വേണ്ട, അവിടെ പോയിട്ട് അവിടെ വെയിലോ തിരിയുമ്പോ ആവും. അല്ലേ അവിടെ വന്നിരുന്നാ ഇല്ല, ഞാൻ കഴിച്ചു. കേറ് എല്ലാ മലമൂട്ടിലും ഇഷ്ടംപോലെ വീടുകളുണ്ട്, ടെന്റുകൾ അടിച്ചുകൊണ്ട് പബ്ലിക് ഹൗസൊക്കെ ഉണ്ട്. പക്ഷെ നല്ല സ്പീഡിലാണ് പോണേ, നമ്മൾ പറന്നു പോകും. കയറി സ്റ്റെപ്പ് കണ്ട് ഇച്ചിരി ഉള്ളൂ, ഇത് കയറാം. ഒരു കാല് വയ്ക്കാറുള്ളൂ, ഒരു പകുതി കാല് കയറാം. നമ്മൾ വേറെ വഴിക്കൂടെ പോവാണ്. ആ വഴി പാടാണ്, ഈ വഴി ഫുള്ള് മണ്ണാണ്. അപ്പോൾ അവൾക്ക് ഈ വഴിക്കൂടെ പോവാമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ വഴി വരെ പോകണത്. നല്ല കാറ്റാണ് ഈ വഴിക്കൂടെ, നല്ല കാറ്റാണ്. ഇങ്ങനെ മുകളിൽ കയറി നമ്മൾ വേറെ വഴിക്കൂടെയാണ് വന്നത്. നമുക്ക് കാണാം. അപ്പോൾ ഇവിടുന്ന് ഒരു ബ്രിഡ്ജാണെന്ന് പറയണത്. ഒക്കെ നോക്കാം, കയറാം. കവലവിടെ പോയ വഴികളൊക്കെ പോവാം. ഇതുണ്ടോ ആൾക്കാർ അതെ അവിടെയൊക്കെ പോയി നിൽക്കുന്നുണ്ട്. ചാടിയ വീണാറ്റാവും. താഴേക്ക് കാണാൻ ബ്രിഡ്ജൊന്നും കണ്ടില്ല. കവല അവിടെയൊക്കെ പോയിട്ടുണ്ട്. നല്ല സണ്ട് കാണാനുണ്ട്. സണ്ണൊക്കെ എവിടെയുണ്ട്. അതാണ് നമ്മുടെ ബ്രിഡ്ജ്. അവിടെ ഫോട്ടോ എടുക്കാൻ നമുക്ക്. പിന്നെ ഇവിടെ നമുക്ക് ഇവിടെ നിന്ന് ഫോട്ടോ എടുത്ത് തരും. പിന്നെ എന്ത് ടൂർ ഗൈഡ് വന്നില്ല കേട്ടോ, അത് വേറെ ആൾ വന്ന് കയറി ഫോട്ടോ എടുത്തു. ചാടി ഇവിടെ നിന്ന് ചാടി ഫോട്ടോ എടുക്കണം. നമ്മള് നെക്സ്റ്റ് പ്ലേസ് ഒരു ബ്രിഡ്ജായിരുന്നു. നല്ല ബ്രിഡ്ജായിരുന്നു, നല്ല രസമുണ്ട്. ഹന്ന മാത്രമേ പോയുള്ളൂ, ഞങ്ങളെ ആരും ഹിമ വിട്ടില്ല. ഇവിടെ കാണാൻ പറ്റും ബ്രിഡ്ജ്. ഒരു മിനിറ്റ് കേട്ടോ, അതേ കാണാണ് ബ്രിഡ്ജ്. അമ്മോ, ആ കാണാണ് ബ്രിഡ്ജ്. ചെറിയ ഓട്ട, അതിന്റെ മുകളിൽ ഹന്ന കയറി നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ നമ്മൾ വീഡിയോ ഇടുമ്പോൾ ആ ഫോട്ടോസ് ഇടുന്നതാണ്. നല്ല സായിപ്പന്മാർ നല്ല കിട്ടു ഫോട്ടോസ് ഹന്ന കിട്ടുകൊടുത്തു. ഹന്ന വീഡിയോ എടുത്തില്ല, ഹന്ന വീഡിയോ എടുത്തില്ല. അതുകൊണ്ട് ബ്രിഡ്ജ് അവിടെ കാണാം. അടുത്ത ദിവസം ഞാൻ എന്താണല്ലോ ഇറങ്ങുന്നത്, എനിക്ക് നഷ്ടമായി. നീയല്ലേ ചേർക്കാണ്ടിരുന്നേ കള്ളത്തി. ഹിമ ടാറ്റാ. ഇങ്ങോട്ട് വാ. അത് ഇങ്ങനെ വെച്ചാപ്പാ സാൻഡ് ബോർഡിങ്ങിന് പോവാണ് രണ്ടും. അങ്ങും ബോളിൽ പോയിട്ട് ഊർന്നു പറ്റും. ഇതേ പാവം പറ്റില്ല, അറിയാണ്ട് അവരപ്പം ഇരുന്നു. മറ്റേ സാൻഡ് ബോർഡ് ഇവിടെ ഫോട്ടോ എടുക്കാൻ വെറുതെ പോയാ. ചേച്ചിയുടെ കൂടെ പോ.
എല്ലാം ചെയ്യോ തൊപ്പി അതിന്റെ മോളിൽ കിടക്കുവാണേ. അവന്റെ തൊപ്പിയാണ് ദേ കിടക്കുന്നത്. പെണ്ണാണോ? അവൻ പോണവൻ തൊപ്പി എടുത്തോളും. അവൻ പറഞ്ഞിട്ട് നോ പ്രോബ്ലം, ഞാൻ തൊപ്പി എടുത്തോളാം പറഞ്ഞിട്ട് തൊപ്പി അവിടെ കിടക്കുക. അന്നെ ഹേമയും കയറി അവിടെ എത്തിയിട്ടുള്ളൂ. ഇപ്പൊ എത്തുന്ന, പക്ഷേ സമയം കൊറേ കിടക്കുന്നു. നല്ല പൊക്കമുണ്ടേ, നല്ല ദൂരമുണ്ട് മുകളിൽ വരെ. മടുത്തു കയറി കിടന്നു ഇരുന്നു നിരങ്ങി കയറണത്. ശരിക്കും മടുത്തു. കയറാൻ പറ്റില്ല, മണ്ണ് അതുപോലത്തെ ആയതുകൊണ്ട് കാല് കുഴിഞ്ഞു കുഴിഞ്ഞു പോവാ. ആ ശരി, മറ്റവർക്ക് തൊപ്പി കിട്ടി. അവനെ ഓടിക്കേറി നന്നായി. ഓടിക്കേറി നല്ല ദൂരം കേറിയിട്ട് നമ്മൾ വിചാരിക്കും പോലെയല്ല. നമ്മളിരിക്കുന്നത് ഇവിടെയാണ്. ഇത്രയും ദൂരം ഹന്ന ഹിമയും കയറി അവിടെയാണ് ഹന്ന ഹിമ. ഒരു പൊട്ട് പോലെ കാണാനേ പാടുള്ളൂ. നല്ല ദൂരം കയറിയിട്ടുണ്ട്. സൂം ചെയ്തെടുത്തോണ്ടാണ് അത് നമുക്ക് തോന്നാത്തത്. ഇത്രയും ദൂരം കയറി പോയ പാവ ഹൈമയ്ക്ക് പനിയും കൂടെയാ. അവരവിടെ നിന്ന് വരാൻ തീരുമാനിച്ചു. അവർക്ക് ഒത്തിരി ദൂരം കയറാൻ പറ്റില്ലാത്തോണ്ടാണ്. താഴത്തേക്ക് പോരില്ല. ഇവിടുന്ന് താഴത്തേക്ക് പോരാൻ പറ്റാന്ന് പറഞ്ഞിട്ട് ഹിമ കയറിപ്പോയി. കുറച്ചുകൂടെ ഒട്ടും പറ്റില്ല. അടുത്ത ഡോസ് മരുന്ന് കഴിച്ചാണ് ഹിമ കയറിക്കൊണ്ടിരിക്കുന്നത്. ഇനി അവർക്ക് ഇച്ചിരിയോടെ ദൂരം കയറിയാൽ മതി. നല്ല ദൂരം കയറി, ഇത്രയും ദൂരം നല്ല ദൂരം കയറി. ഹന്നയുടെ കയ്യിൽ സാധനം ഉള്ളതുകൊണ്ട് അതിന് വെയിറ്റ് ഉണ്ട്. അതാണ് പ്രശ്നം. കയറണ്ടെന്ന് വെച്ചോണ്ട് കായാണി കുഴിഞ്ഞു പോകും. നമ്മൾ വിചാരിക്കണം അത്ര ഈസി അല്ല. നമുക്ക് ഈ വലിയ ആൾക്കാർ പോണ കാണുമ്പോൾ മനസ്സിലാവും അങ്ങോട്ടേക്കുള്ള കയറ്റം അത്ര ഈസി അല്ല. അങ്ങനെ ഹന്ന ഹിമ്മയിരുന്നു. സാൻഡിൽ പോരാൻ പോരുവാണ്. പോരും ഇല്ലയൊന്നും അറിയാൻ പാടില്ല. എന്നിവ അവർ പോരാൻ പോവാണ്. ഇവര് പോയിട്ട് പോന്നിട്ട് ഇവര് പോന്നിട്ടാണ് മുകളിൽ നിൽക്കണവന് പോരാൻ വേണ്ടിട്ട്. വാ, കുഴിക്കല്ലേ, വാ. ആ പോരട്ടെ. വരുവോ? പോരില്ല. ആ പോരട്ടെ പോരട്ടെ. ആ പോരട്ടെ. ഉന്തുവിട, കാലം കൊണ്ട് ഉന്തുവിട. പയ്യ ഒരു ആമ നിറങ്ങും പോലെ. ഇത്രയും ദൂരം പോരുള്ളായിരിക്കും. ഇനി ഇങ്ങോട്ടേക്ക് പോർന്നു ഞാൻ പോണു. വെയിറ്റ് ഇല്ലാത്ത പ്രശ്നം. ഇവ പിന്നെ ഇങ്ങനെ പോയി. എടി അല്ല അല്ല സമയങ്ങള് മോളിൽ പൊക്കോ. ഇത് സാൻഡ് സ്കേറ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരാൾ പോകണ്ട്. നമ്മുടെ ഹന്ന ഹിമ മൂന്നാമത്തെ പ്രാവശ്യം കണ്ട അവിടെ നിന്ന് വന്നത്. ഹിമ അങ്ങ് മുകളിലെത്തി. ഇതിനകത്ത് കാണുമ്പോൾ അത്രയും തോന്നണില്ലെങ്കിലും ഹന്നനേക്കാളും ഒരു അര ഫർലാങ് ദൂരെയാണ് ഹിമ. ചേച്ചി വരുമോ എന്ന് ചോദിച്ചാൽ അവിടെ വെയിറ്റ്. ആ സാധനത്തിന്റെ വെയിറ്റ് കാരണം ഹന്നയ്ക്ക് കയറാൻ പറ്റണില്ല. ഹന്ന അവിടെ ഒരാൾ തലയും കുത്തി വീണു. അടുത്ത ആൾ പറഞ്ഞു മുകളിൽ നിന്ന്. ഇത് ഈസി ആയിട്ട് പോന്നു. ചെരിഞ്ഞു പോയാൽ പോയി. ഹിമയാണി വരുമോന്ന് നോക്കിയിട്ട് പാവം ഇന്നത്തെ അവസ്ഥ എന്താണെന്നല്ല ഹന്ന വീഴുന്നു. ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് അറിയാൻ പാടില്ല. കാരണം
ഹിമ മരുന്ന് കഴിച്ചാൽ കയറിയേക്കടെ ഒരു പിടുത്തവും ഇല്ല. നമ്മുടെ ഡെസേർട്ടിലാണ് താമസം. ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഹന്നയും ഹിമയും തമ്മിലുള്ള ദൂരം ഒത്തിരി ഇല്ലാന്ന്. പക്ഷെ ഒത്തിരി ദൂരമുണ്ട്. നല്ല ദൂരെയാണ് ഹിമ ഹന്നയുടെ. ആ ബോർഡിന് നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് ഹന്നയ്ക്ക് അത് എടുത്ത് കയറാൻ പറ്റില്ല. നല്ല സാൻഡാണ്. ഇനിയിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല ദൂരത്തിലാണ് അവർ നിൽക്കണത് നമ്മുടെ അടുത്തുനിന്ന്. ആൾക്കാരൊക്കെ വലിയ വലിയ ആൾക്കാരൊക്കെ കയറണം. എല്ലാം നല്ല കഷ്ടപ്പെട്ടാണ് കയറുന്നത്. അത്ര ഒന്നും കയറാൻ പറ്റുള്ളൂ. പക്ഷെ അവർ ആ പോയി നിൽക്കുന്ന ആളെക്കാട്ടിലും കൂടുതൽ ദൂരത്തിൽ ഹന്ന ഹിമയും കയറി പോയിട്ടുണ്ട്. അവരെക്കാളും ദൂരത്തിൽ പോയി. ഹിമ വെയിറ്റിംഗ് ആ ഹന്നനെ. ഇതാണ് നമ്മുടെ വണ്ടി. കയറാ. കേറാൻ ഭയങ്കര പാടാ. കവച്ച് കയറി പോവും. ഹന്ന വേർത്ത് കുളിച്ചു. അയ്യോടാ, അതെങ്ങനെ ബാഗിൽ നിന്ന് ഒഴിവാക്കണം. അതിനുള്ള പരിപാടിയാ. ഗുഡ് മോർണിംഗ്. ഹന്ന നല്ല ഉറക്കമാണ്. ഹന്ന എഴുന്നേറ്റിട്ടില്ല. നമ്മൾ രാത്രി ഇപ്പം നേരം വെളുത്തു. 5 മണിയായി. നല്ല വെട്ടമുണ്ട്, നല്ല തണുപ്പ്. ഇന്ന് രാത്രി ഒന്നും വെട്ടമൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല ഇരുട്ടത്താണ് നമ്മൾ കിടന്നത്. അതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുക്കാതിരുന്നത്. ഇപ്പോൾ എഴുന്നേറ്റേ ഉള്ളൂ. ഇതാണ് നമ്മുടെ കെയർ ടേക്കർ കിടന്ന ടെൻറ്റ്. എനിക്ക് തോന്നുന്നു ഇവർക്ക് ഉള്ള ടെൻറ്റാന്ന് തോന്നുന്നു. മീൻസ് ഇവിടെയുള്ളവർക്ക്. ഇതൊക്കെ ഇതവിടെ ഒരു കുറേ ടെൻറ്റുകൾ വേറെ ഉണ്ട്. ഇങ്ങനെ എൻ്റെ അടുത്തേക്കടെ കുറേ ടെൻറ്റുകളുണ്ട്. നമ്മുടെ കൂടെ വേറെ ആരും ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളെ രാവിലെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവരൊരു 10 മണിയാകുമ്പോൾ വരും. അതിന് മുമ്പ് റെഡിയായിട്ട് നിൽക്കണം. ഈ മലനിരകളുടെ ഉള്ളിലാണ് നമ്മൾ താമസിച്ചത് ഇന്നലെ. നല്ല തണുപ്പ്. ഇവിടെ പിന്നെ സോളാറൊക്കെ എല്ലാം വെച്ചിട്ടുണ്ട്. ഞാനല്ല രാത്രി പറഞ്ഞായിരുന്നു. ഇവിടെ സോളാറിൻ്റെ പാനലിലാണ് ഇവർ ജീവിക്കണത്. കറണ്ട് അല്ലാതെ ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ സോളാർ പാനലുണ്ട്. പിന്നെ വെള്ളത്തിൻ്റെ സപ്ലൈ മുകളിൽ നിന്നാണ് ബാത്റൂമിലേക്ക്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ബാത്റൂമാണ്. 2 സൈഡിലും 3 വെച്ച് മൊത്തം 6 ടോയ്ലറ്റ്സ് ഉണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നമ്മളീ കാണും പോലെയല്ല. ഇവിടെ ഒരു സുഡാനിയാണ് കെയർ ടേക്കറായിട്ടുള്ളത്. പുള്ളി താമസിച്ച ടെൻറ്റിൻ്റെ അകത്താണ്. നമ്മൾ ഈ ടെൻറ്റിൽ താമസിച്ച നല്ല തണുപ്പ് രാവിലെ ആയപ്പോഴത്തേക്കും. പക്ഷെ ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല ചൂടാവും. ഇപ്പം നല്ല തണുപ്പ്. നമ്മൾ മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവുകയാണ്. കാൽപ്പാടുകളുടെ ഇഷ്ടംപോലെ കാൽപ്പാടുകളുണ്ട്. കുറേ കിളികളുടെ കാൽപ്പാടും അതിനിടയ്ക്കുണ്ട്. എന്നത് ഇത് വേറെ ഏതാണ്ടൊക്കെ കാൽപ്പാടുകൾ ഇതിൻ്റെ ഇടയ്ക്കേക്കടെ പോയിട്ടുണ്ട്. നമ്മൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇറങ്ങി. വെട്ടം വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. മല ആയതുകൊണ്ട് നമുക്ക് മലയുടെ ചോട്ടിൽ വെട്ടം ഉണ്ടാവില്ല. സോളാറിൻ്റെ പാനൽ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതാണ് കുക്കിംഗ് ഏരിയ. ഈ ഫുഡ് കഴിച്ചോട്ട് സോഡയും പിടിച്ചിട്ടാണ്. പെപ്സി കയ്യിലുണ്ട്. എത്ര ദിവസമായി നേരം ഫുഡ് കഴിച്ചിട്ട്? ഒരു ദിവസം. ഇന്ന് കഴിച്ചില്ലെങ്കിൽ നിന്നെ ഇനി പാക്ക് കൊണ്ടുപോവില്ല. തൊണ്ടവേദന ആയതുകൊണ്ടല്ലോ വന്നേ. ഫുഡ് കഴിച്ചാൽ തൊണ്ടവേദന മാറുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ ഇറങ്ങുമ്പോൾ അവിടെ ആ കുറുക്കൻ്റെ തൊല്ലിലൊന്നും പോയി തൊടരുത് കേട്ടോ. കുറുക്കനെ തൊടരുത്. ഇവിടെ ഉള്ള സാധനങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് സ്പാനിഷ് ഓംലെറ്റ് ഉണ്ട്, ചീസുണ്ട്, കുബൂസുണ്ട്, ഒലിവ് ഓയിലും ഇതെന്നാ പറഞ്ഞ ഇത് വെജിറ്റബിൾസും ഉണ്ട്. ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ്.
ഇതെന്നാ ഇതാ ഇത് നമ്മളെ ഇതിൻ്റെ അകത്ത് ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ചെറിയ കയ്പ്പ്. ഇത് മറ്റേ ഇതാ ആര്യവേപ്പ്, ആര്യവേപ്പിലയും എന്താ കരിഞ്ജീരകവും എള്ളും, വെളുത്ത എള്ളും കൂടെ കൂടി, ആര്യവേപ്പിലും കരിഞ്ജീരകവും കൂടെ പൊടിച്ച് വെച്ച് വെളുത്ത എള്ളും കൂടെ ഇട്ടിട്ടുള്ള സാധനമാണ് ഇത്. നല്ല കയ്പുണ്ട്. എല്ലാം ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്തു. അത് കരിഞ്ഞും പോയിട്ടുണ്ടല്ലോ. കുറച്ചുള്ളൂ. അപ്പോൾ ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ്. കുറുക്കൻ ഫ്രൈ. നമ്മുടെ വണ്ടി വന്നു. സാധനങ്ങളൊക്കെ കയറ്റാൻ വേണ്ടിയിട്ട് അപ്പൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൊണ്ടുവന്ന സ്നാക്സൊക്കെ കൊണ്ടുവന്നൊക്കെയുള്ള അത്യാവശ്യം തീർന്നു. കൊണ്ടുവന്ന് നന്നായി. കാരണം ഇവിടെ പ്രത്യേകിച്ച് രാത്രിയൊക്കെ ആണെങ്കിലും വേറെ കഴിക്കാനൊന്നുമില്ലായിരുന്നു. ജ്യൂസ്, വെള്ളം ഇവിടെ അൺലിമിറ്റഡ് തരും. വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ കാശ് കൊടുത്ത് മേടിക്കാൻ ആണെപ്പോലും ഒന്നുമില്ല കേട്ടോ. അപ്പം കൊണ്ടുവരണ എപ്പോഴും നല്ലതാണ്. പിള്ളേർ ലാസ്റ്റ് റൗണ്ട് ടോയ്ലറ്റിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വണ്ടി കയറ്റാൻ വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ കയറ്റാൻ പോയി. നമ്മുടെ കുക്ക് ദേ ഇവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് കുക്കിനെയും കൊണ്ടുപോവാണ്. ഇവിടെ ഇപ്പം എല്ലാം പൂട്ടി കൊണ്ടുപോകും. എല്ലാം കഴിഞ്ഞോ? ഒന്നൂടെ കളിച്ചേ. അപ്പറ്റു അപ്പറ്റു. ആ ഹിസി ഫേസ്. അപ്പൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു മടുത്തു. നല്ല മണ്ണാണ്. നടക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എങ്ങനെയാണ് നടക്കല്? സോക്സ് ഇട്ടില്ല? രാവിലെ പോണതിൻ്റെ സന്തോഷത്തിലാ. ശരിക്കും പറഞ്ഞാൽ 1 ടൈമേ ഉള്ളൂ കേട്ടോ. ഒത്തിരി പ്രാവശ്യം ഒന്നും ഇവിടെ താമസിക്കാനില്ല. ആദ്യം ചൂടായിരുന്നു, പിന്നെ അഡ്ജസ്റ്റ് ആയി, പിന്നെ തണുപ്പായി. പക്ഷേ നമുക്ക് രാത്രി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു അത്ര സുഖമായില്ല ഉറക്കം. അങ്ങനെ നമ്മൾ പോവാണ്. അപ്പോൾ അങ്ങനെ വാദി റമ്മിലത്തെ ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് നല്ല ദൂരം യാത്ര ചെയ്യാനുണ്ട്. അപ്പം നമ്മുടെ വാദി റമ്മിലത്തെ കാഴ്ചകളെല്ലാം കഴിഞ്ഞു. നമ്മൾ തിരിച്ച് അടുത്ത യാത്രയിലേക്ക് പോവാണ്. ജോർദാനിൽ അങ്ങനെ ഒരു ദിവസം കൂടി കഴിഞ്ഞ് അടുത്ത ദിവസം സ്റ്റാർട്ട് ചെയ്തു.